ഇന്ന് സംസാരിക്കാൻ പോണത് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന സമയത്ത് നമ്മൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് എങ്ങനെ വാങ്ങണം എന്നുള്ളതിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഇന്നത്തെ കാലത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നും അത്യാവശ്യം എല്ലാവർക്കും വേണ്ടതാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയം ഉണ്ടാവില്ല. പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ഹോസ്പിറ്റൽ ചെലവുകൾ കൂടുതലാണ്. അതേപോലെ തന്നെ ഒത്തിരി സോഷ്യൽ മീഡിയയിലൊക്കെ ആളുകൾ വന്ന് പറയുന്നുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്നും കാര്യങ്ങളൊക്കെ. ഈവൻ ഒട്ടുമിക്ക കമ്പനികളിലും കോർപ്പറേറ്റിലൊക്കെ ആളുകൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതിൻ്റെ പേരിൽ പലർക്കും ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടി വരുന്നുണ്ട്. എന്നിരുന്നാലും നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഇൻഡിവിജ്വലായിട്ടൊരു പോളിസി ഉണ്ടാവണം നല്ലതാണ്. ഈവൻ NRIസിന് പോലെ ഇപ്പോൾ UAE-ലൊക്കെ ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും മസ്റ്റാണ്. വിസ എടുക്കണമെന്നുണ്ടെങ്കിൽ ഹെൽത്ത് ഇൻഷുറൻസ് മസ്റ്റാണ്. അപ്പോൾ ഇവരൊക്കെ തിരിച്ചൊക്കെ വരുമ്പോൾ ഡെഫിനറ്റ്ലി എല്ലാവർക്കും അറിയാം ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ഇമ്പോർട്ടൻ്റ് എന്താണെന്നുള്ളത്. പക്ഷേ NRI ആണെങ്കിലും ശരി, കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും ശരി, ഇൻഡിവിജ്വലി ഒരു സെപ്പറേറ്റ് ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടായിരിക്കണം. കാരണം എപ്പോഴാണ് നമ്മൾ ജോലി വിടുന്നതെന്നോ എപ്പോഴാണ് NRI നിർത്തി വരുന്നതെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ നമ്മുടെ നമ്മൾ ആരോഗ്യത്തോടെ ഇരിക്കുമ്പോൾ തന്നെ എത്രയും പെട്ടെന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴാണോ വല്ല ആരോഗ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകുന്ന സമയത്ത് ഹെൽത്ത് ഇൻഷുറൻസ് നമുക്ക് ഉപയോഗം ആണെന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ അതുപോലെ നമ്മൾ ഒത്തിരി പൈസയ്ക്ക് ഇൻവെസ്റ്റ് ചെയ്തിട്ടൊക്കെ ഉണ്ടാവും. ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റിനൊന്നും ബുദ്ധിമുട്ടിക്കാതെ ഹോസ്പിറ്റൽ ചിലവുകൾ അതിലൂടെ സാധ്യമാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം എത്ര രൂപ കവർ വേണമെന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു സർവേ എടുത്തതിൽ മനസ്സിലായിട്ടുള്ള കാര്യം വെച്ചാൽ ഒട്ടുമിക്ക ആൾക്കാർക്കും ഇപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് ഉണ്ട്, പക്ഷേ മിക്ക ആൾക്കാർക്കും 3 ലക്ഷമോ 5 ലക്ഷമോ ഒക്കെ മാക്സിമം ഉള്ളൂ. അപ്പോൾ ശരിക്കൊരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പൈസ കൊണ്ട് ഒരു ഹോസ്പിറ്റൽ ആവശ്യം മിക്കവാറും ഒരു ഫാമിലിനെ കവർ ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഒരു ഫാമിലിയുടെ ലൈഫ് സ്റ്റൈൽ എന്താണ്, അതേമാതിരി ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത്, എക്സിസ്റ്റിംഗ് ആയിട്ട് വല്ല അസുഖമോ കാര്യങ്ങളൊക്കെ ഉണ്ടോ, ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് ഓരോരുത്തർക്കും എത്ര ഒരു ലൈഫ് കവർ ഒരാൾക്കോ ഒരു ഫാമിലിക്കോ വേണോ എത്ര വേണം എന്നൊരു വളരെ പ്രാക്ടിക്കലായിട്ടുള്ളൊരു മെത്തേഡിലൂടെ മനസ്സിലാക്കിയിട്ട് വേണം ഇത് പോളിസി എടുക്കാനായിട്ട്. അപ്പോൾ ചിലപ്പോൾ 5 ലക്ഷമോ 3 ലക്ഷമോ ചിലപ്പോൾ മതിയാവില്ല. അപ്പോൾ എത്രയാണോ ഒരു ഫാമിലിക്ക് വേണ്ടത് അത് കണക്കാക്കി എടുക്കുക. ഇതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണോ അതോ ഫാമിലി ഫ്ലോട്ടർ ലൈഫ് ഇൻഷുറൻസ് എടുക്കണോ എന്നുള്ള കാര്യം. നമുക്ക് ഫാമിലിയായിട്ടൊക്കെ താമസിക്കുന്ന ആൾക്കാർക്ക് ഫാമിലി ഫ്ലോട്ടർ ആയിരിക്കും നമുക്ക് വേണ്ടത്, ഇൻഡിവിജ്വൽ പോളിസി അല്ല. അപ്പോൾ ഇതെന്താണോ മനസ്സിലാക്കിയത്, ഓരോ ഫാമിലിയുടെ സ്ട്രക്ചർ അനുസരിച്ചിട്ട് എങ്ങനെയാണ് പോളിസി ഇൻഡിവിജ്വലായിട്ട് വേണോ അതോ ഫാമിലി ഫ്ലോട്ടറായിട്ടോ വേണോ എന്നുള്ളത് നോക്കുക. പിന്നെ പോളിസി എടുക്കുമ്പോൾ തന്നെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ റൂം റെൻറ്റ് റെസ്ട്രിക്ഷൻ വല്ലതുണ്ടോ നോക്കുക. പോളിസിയിൽ റൂം റെൻറ്റിന് എത്ര രൂപ വരെ മാക്സിമം ലിമിറ്റ് എടുക്കാൻ പറ്റും. അതേപോലെ തന്നെ ഇപ്പോൾ ലിമിറ്റൊന്നും ഇല്ലാത്ത പോളിസികൾ അവൈലബിൾ ആണ്. അപ്പോൾ അത്തരം പോളിസികൾ എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മളായിരിക്കും ഇത് ചെറിയ കാര്യമല്ലേ, നമ്മൾ അത്ര ചെറിയ റൂമിലല്ലേ നിൽക്കുള്ളൂ എന്നൊക്കെ ആയിരിക്കും. പക്ഷേ ചില അസുഖമൊക്കെ വരുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് റൂമിൻ്റെ റെൻറ്റിൻ്റെയൊക്കെ വില പൈസ കൂട്ടണം. അപ്പോൾ ലിമിറ്റ് നമ്മുടെ പോളിസിയിൽ ഇത്രയേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ചിലപ്പോൾ അധികം റൂം റെൻറ്റ് ഹോസ്പിറ്റലിൽ നിൽക്കുന്ന ടൈമിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഇതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് കോപേയിങ് എന്ന് പറഞ്ഞൊരു ഫെസിലിറ്റി ചിലപ്പോൾ ഉണ്ടാവും. കോപേയിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ 10% എന്നൊക്കെ ആയിരിക്കും പറഞ്ഞത്. എന്ന് വെച്ചാൽ നമ്മുടെ അസുഖമൊക്കെ വന്നിട്ട് ഹോസ്പിറ്റലിൽ കിടക്കുന്ന സമയത്ത് കോപേയിങ് ഇത്ര % എന്ന് പറഞ്ഞാൽ അത്രയും % നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. ഇപ്പോൾ 10% എന്നൊക്കെ പറഞ്ഞാൽ 5 ലക്ഷം ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ 10% എന്ന് പറഞ്ഞാൽ 50,000 രൂപ നമ്മുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം വരും. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചെറിയ കാര്യമാണെന്നുണ്ടെങ്കിൽ ഇത് വലിയ എഫക്റ്റ് നമ്മുടെ ഹോസ്പിറ്റൽ ബില്ലിൽ വരാൻ ചാൻസ് ഉണ്ട്. പിന്നെ വെയിറ്റിംഗ് പീരീഡ് ചില പോളിസിക്കൊക്കെ ചില അസുഖങ്ങൾക്കൊക്കെ ഒരു 2 to 4 ഇയേഴ്സൊക്കെ വെയിറ്റിംഗ് പീരീഡ് ഉണ്ടാവുന്ന ഒരു കാര്യമുണ്ട് ചില ഡിസീസിന്. അപ്പോൾ ഇത് കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം എടുക്കാനായിട്ട്. അപ്പോൾ ഇത് അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ആരോഗ്യത്തോടെ നമുക്ക് ഇങ്ങനത്തെ അസുഖം ഉണ്ടെന്ന് അറിയില്ലായിരിക്കും. അപ്പോൾ ഇങ്ങനത്തെ അസുഖമൊക്കെ വരുമ്പോൾ നമുക്ക് ഇത് വലിയൊരു ബുദ്ധിമുട്ടാവുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പിന്നെ ഇപ്പോൾ പലപ്പോഴും നമ്മൾ പോളിസി എടുക്കുന്ന ടൈമിൽ പലർക്കും അറിയാവുന്ന കാര്യമാണ് എത്രയാണ് സെറ്റിൽമെൻറ്റ് റേഷ്യോ നോക്കിയിട്ട് എടുക്കണം എന്ന് പറഞ്ഞത്. അപ്പോൾ ഒരു പോളിസിയിൽ എത്ര രൂപ വരെ സെറ്റിൽമെൻറ്റ് കൊടുത്തണം എന്നുള്ള റേഷ്യോ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇത് മാത്രമല്ല, അതേമാതിരി ഇൻഗേർഡ് റേഷ്യോ എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഉണ്ട്. എന്ന് വെച്ചാൽ എത്ര രൂപ പോളിസിയുടെ പ്രീമിയം കളക്ട് ചെയ്തു, എന്നിട്ട് അതിന് എഗെയിൻസ്റ്റ് എത്ര രൂപ വരെ പ്രീമിയം അവരുടെ സെറ്റിൽമെൻറ്റ് കൊടുത്തു എന്നൊക്കെ മനസ്സിലാക്കണം.
അങ്ങനെയാണെങ്കിൽ ഈ പർട്ടിക്കുലർ കമ്പനിയുടെ പോളിസിയുടെ ഹെൽത്ത് എന്താണ്, അത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ ശരിക്കും നമ്മൾ നോക്കി മനസ്സിലാക്കിയിട്ട് ഒരു നല്ലൊരു കൺസൾട്ടൻ്റെ സഹായത്തോടെ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഈ നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, നമ്മൾ ഏത് സിറ്റിയിലാണ് താമസിക്കുന്നത് ആ സിറ്റിയിലത്തെ ഹോസ്പിറ്റലുകൾ ഈ നെറ്റ്വർക്കിൽ ഉണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈ പോളിസിയുടെയൊക്കെ ഏതാണ് പോളിസി അതിൻ്റെ ഹോസ്പിറ്റൽ നെറ്റ്വർക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ സിറ്റി ഏതാണ് മനസ്സിലാക്കിയിട്ട് നമ്മളൊക്കെ പോകാൻ സാധ്യതയുള്ള ഹോസ്പിറ്റലൊക്കെ കവേർഡ് ആണോ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ എടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പോളിസി എടുക്കുന്ന സമയത്ത് ഒത്തിരി എക്സ്ക്ലൂഷൻസ് ഉണ്ടാവും, സബ് ലിമിറ്റ്സ് ഉണ്ടാവും. ഇതൊക്കെ എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കാനായിട്ട് നോക്കുക. ഇതൊന്നും നമ്മൾ ചിലപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ടാവില്ല. അതെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് പോളിസി എടുക്കുകയാണെങ്കിൽ കുറച്ച് നല്ലതായിരിക്കും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരാണോ പോളിസി എടുക്കാനായിട്ട് സഹായിക്കുന്നത് അവരോട് കൃത്യമായിട്ട് ഇതൊക്കെയാണെന്ന് പറയും. അവർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരും. ഇതേപോലെ തന്നെ ഒരു ഫീച്ചറാണ് റീസ്റ്റോറേഷൻ ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ടൊരു ബെനിഫിറ്റ് പല പോളിസികളിലും ഇപ്പോൾ ഉണ്ട്. അതിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പോളിസി എടുത്തേക്കേണ്ടത് ഒരു ഇത്ര രൂപയ്ക്കാണെന്നായിരിക്കും. ആ പൈസ തീർന്നു, അതിൻ്റെ ലിമിറ്റ് തീർന്നു. അങ്ങനെയാണെങ്കിൽ ഒന്നും കൂടി റീസ്റ്റോർ ചെയ്തിട്ട് കിട്ടുന്ന ടൈപ്പ് ഓഫ് പോളിസി ഉണ്ട്. അതിന് കുറച്ച് എക്സ്ട്രാ പ്രീമിയം കൊടുക്കേണ്ടി വരും, പക്ഷേ സ്റ്റിൽ ദാറ്റ് ഈസ് ഗുഡ്. ആ ഫെസിലിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ പോളിസി എടുക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ നോക്കുക, ഇത് നമ്മൾ ഓൺലൈനായിട്ട് എടുക്കണോ അതോ നമ്മൾ ഏതെങ്കിലും ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എടുക്കണം എന്നുള്ളത്. അപ്പോൾ എപ്പോഴും ഒരു ഏജൻറ്റിൻ്റെ സഹായത്തോടെ എടുക്കണമെങ്കിൽ ഒരു ഗുണമെന്ന് വെച്ചാൽ പോളിസി എടുക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ആരടുത്ത് പോയിട്ട് വാങ്ങാം. പക്ഷേ നമുക്കൊരു അസുഖമൊക്കെ വന്ന് നമുക്കെന്തെങ്കിലും ഒരു സെറ്റിൽമെൻ്റൊക്കെ വരുന്ന സമയത്ത് ചിലപ്പോൾ നമ്മൾ ഒത്തിരി ഫോളോ അപ്പ് നടത്തേണ്ടി വരും, അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾക്ക് ഒരു ഏജൻറ്റിൻ്റെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നും കൂടി ഈസി ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ എപ്പോഴും നമ്മൾ പോളിസി എടുക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും ഓക്കെ ഒരു 2000 രൂപ സേവ് ചെയ്യാനെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ പോളിസി ഓടിപ്പോയി എടുക്കും. പക്ഷേ അതിൽ ചിലപ്പോൾ നമ്മൾക്ക് വേണ്ട കുറേ നല്ല ഫീച്ചേഴ്സൊന്നും ആഡഡ് ആയിരിക്കില്ല. അപ്പോൾ ചീപ്പ് ഈസ് നോട്ട് ഓൾവേസ് ബെസ്റ്റ്. അപ്പോൾ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ നമുക്ക് ഉപയോഗം വരുന്ന സമയത്ത് അത് എഫക്റ്റീവ്ലി നമുക്ക് ബെനിഫിറ്റ് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്ന് പറഞ്ഞാൽ നോ ഡൗട്ട് ഇറ്റ്സ് എ മാൻഡേറ്ററി. അതോടൊപ്പം നമുക്ക് ആവശ്യത്തിന് കൃത്യമായിട്ടുള്ള കവറേജും കൃത്യമായിട്ടുള്ള പോളിസികളും വേണം എന്ന് മനസ്സിലാക്കി എടുക്കുക എന്നുള്ളൊരു കാര്യം. പിന്നെ എക്സിസ്റ്റിംഗ് പോളിസിയിൽ എന്താണ് അതിൻ്റെ ഫീച്ചേഴ്സ്, അതിലേക്ക് ഇപ്പോൾ നല്ല സർവീസാണോ അതിന് പകരം വേറെ ഏതെങ്കിലും പോളിസിയിലേക്ക് മാറണോ എന്നും കൂടി ഒരു റിവ്യൂ റെഗുലർലി നടത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഹെൽത്ത് ഇൻഷുറൻസ് എന്തുകൊണ്ടും എല്ലാവരുടെയും ഉപയോഗത്തിന് ഉണ്ടാവും എന്ന് വിശ്വസിക്കാം. അപ്പോൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക. മൈ ടീം വിൽ ട്രൈ ടു ഹെൽപ്പ് യു. താങ്ക് യു.